അങ്കിൾ ആകെ പ്രശ്നമായി. എന്ത്? എനിക്കെതിരെ പരാതി കൊടുത്ത പയ്യന്റെ മരണത്തെക്കുറിച്ച് CBI കേസെടുത്തിരിക്കുകയാണെന്ന്. അതൊക്കെ തേഞ്ഞു മാഞ്ഞു പോയ കാര്യങ്ങളല്ലേ? അങ്ങനെയാണ് നമ്മളൊക്കെ കരുതിയത്. പക്ഷെ രാജലക്ഷ്മി രഹസ്യമായി CBIക്ക് പെറ്റീഷൻ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ശവം പുറത്തെടുത്ത് രണ്ടാമതും പോസ്റ്റ്മോർട്ടം നടത്തിയാൽ ചിലപ്പോ അതിന് തെളിവൊന്നുമില്ലല്ലോ. ഐ വിറ്റ്നസ് ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് ഡൽഹിയിൽ നിന്നും വളരെ രഹസ്യമായി കിട്ടിയ ന്യൂസാണ്. അവർ പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പ് ഒതുക്കിയില്ലെങ്കിൽ കേസ് CBIയുടെ കയ്യിലായി പോയില്ലേ മിസ്റ്റർ മൂർത്തി? MLA നേരിട്ട് ഇടപെട്ട കാര്യമായതുകൊണ്ട് അവർക്കും കാണും കുറച്ച് ചൂട്. ദൃക്സാക്ഷി അടക്കം തെളിവുകൾ ഹാജരാക്കാമെന്നാണ് അത്രേ രാജലക്ഷ്മി പറഞ്ഞിരിക്കുന്നത്. ആ കേസ് ഒരു മറയാക്കി വെച്ചിരിക്കുന്നേ ഉള്ളൂ. ഞാനാണ് അവളുടെ ഉന്നം. ക്ഷമിക്കണം മിസ്റ്റർ മൂർത്തി, അന്വേഷണം ആരംഭിച്ചിട്ടൊന്നുമില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. എന്തെങ്കിലും അല്ല, ഇനി അവൾ ഈ കാര്യത്തിൽ ഇടപെടരുത്. പറ്റുമോ? നമുക്ക് സാവകാശം. ഇങ്ങനെ പറഞ്ഞ ആ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനുള്ള സ്ഥലം അവള് തിരിച്ചെടുത്തത്. ഞാനതിൽ ഹോട്ടൽ തുടങ്ങാനുള്ള ഇൻവെസ്റ്റ്മെന്റ് വരെ ചെയ്തു തുടങ്ങിയതാ. അറിയാലോ, വകുപ്പ് മന്ത്രി ആയിരുന്നിട്ടും തനിക്കൊരു പുല്ലും ചെയ്യാനൊത്തില്ല. പതുക്കെ, ഞാനൊരു മന്ത്രിയായി പോയില്ലേ. പരസ്യമായി എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. എന്നാൽ എനിക്ക് പരിമിതികളില്ല. അടുത്തതായി ഉദ്ഘാടകയായ നമ്മുടെ ബഹുമാനപ്പെട്ട MLA നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതാണ്. ഇതൊരു ചെറിയ തുടക്കം മാത്രമാണ്. ഇന്നിപ്പോ നമുക്കുള്ള ഈ ഉത്സാഹം എന്നും ഉണ്ടാവുക എന്നതാണ് പ്രധാനം. ഈച്ച് ഫോർ എവരി വൺ ആൻഡ് എവരി വൺ ഫോർ ഈച്ച്. ഒരാൾ എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി. ഇത്തരം സംരംഭങ്ങളുടെ കാഴ്ചപ്പാട് അങ്ങനെയായിരിക്കണം. ബാലേട്ടൻ വിഷമിക്കരുത്.
രാജിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അത് മതി. എനിക്ക് ഒന്നുമായി തീരാൻ പറ്റിയില്ല. അങ്ങനൊരു നിരാശ ഉണ്ടായിരുന്നു. ഇപ്പോ വല്ലാത്ത സമാധാനം തോന്നുന്നു. ഒരു വലിയ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞുവല്ലോ. ആർക്കും വേണ്ടാത്തൊരു ജന്മമായില്ലല്ലോ എൻ്റേത്. സമാധാനായി. ഞങ്ങളൊക്കെ വെറും പിന്നണി പാട്ടുകാരല്ലേ. മുന്നിൽ നിന്ന് പൊരുതേണ്ടത് രാജിയെ പോലുള്ളവരാ. ഞാൻ ഒരുപാട് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതല്ല, ഇതാണ് ശരി. രാജിയുടെ വഴി തന്നെയാ ശരി. തളരാതെ മുന്നോട്ട് പോണം. അച്ഛൻ്റെ അതുപോലെ ഒരുപാട് പേരുടെ ആത്മാക്കൾ പ്രാർത്ഥന എന്നും കൂടെ ഉണ്ടാവും. മിസ്റ്റർ രാമേന്ദ്രന് നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ മറ്റൊരാളുടെ നിർബന്ധം കൊണ്ട് ഒരാൾക്ക് ഒരാളെ സ്നേഹിക്കാൻ കഴിയൂ? ഞാൻ നിങ്ങളെ നിർബന്ധിച്ചോ? എന്റെയും നിങ്ങളുടെയും കാര്യമല്ല, രാജി ആരെങ്കിലും നിർബന്ധിച്ചാണ്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല അവളുടെ മനസ്സിൽ എനിക്ക് ഇപ്പോഴും സ്ഥാനമുണ്ടെന്ന്. മിസ്റ്റർ സുധാകരൻ, എങ്കിൽ ഒരു കാര്യം ഞാൻ തെളിച്ചു പറയാം. ബോംബേറിനേക്കാൾ അവരെ തളർത്തിയത് അത് അറിഞ്ഞിട്ട് ഒരിക്കൽ പോലും നിങ്ങൾ അങ്ങോട്ട് വന്നില്ല എന്നുള്ള കാര്യമാണ്. രാജിക്ക് അപകടമൊന്നുമില്ലെന്ന് പത്രത്തിലുണ്ടായിരുന്നല്ലോ. എങ്കിലും ഒരു ആശ്വാസവാക്ക് പറയാൻ നിങ്ങൾ വരുമെന്ന് അവർ വളരെയേറെ ആഗ്രഹിച്ചു. എന്താണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? മനസ്സ് സ്ഥാനമില്ലെന്നോ? ഇത്രയും ദൂരം സഞ്ചരിച്ച് ഞാനിവിടെ വന്നത് എനിക്ക് ആ മനസ്സറിയാവുന്നതുകൊണ്ടാണ്.